ഒരു ഉസ്താദിന്റെയും ഒരു ശിഷ്യന്റെയും ചരിത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 33 വർഷക്കാലം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് 33 വർഷക്കാലം ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത അറിവുകൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ഇതെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് 33 വർഷക്കാലമായിട്ട് ശിഷ്യന് ഗുരുനാഥന്റെ മുന്നിലിരുന്ന് കേൾക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവസാനം 33 വർഷമായി ഒരിക്കൽ ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് ചോദിച്ചു, ഖാത്തിമുൽ അസം, നീ എന്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ 33 വർഷമായി. 33 വർഷമായി നീ എന്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കുന്നു. ഈ ഇൽമു പഠിക്കുന്ന 33 വർഷമായി നീ പഠിക്കുന്നല്ലോ, നിനക്ക് എന്ത് അറിവാണ് എന്നിൽ നിന്ന് കിട്ടിയത്? എന്ത് മസലകളാണ് നീ പഠിച്ചത്? നിനക്ക് അറിവുകൾ കിട്ടിയോ എന്ന് ഗുരുനാഥൻ ചോദിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഗുരുനാഥനോട് പറഞ്ഞു കൊടുത്തു, ഉസ്താദേ, ഈ 33 വർഷം കൊണ്ട് ഞാൻ പഠിച്ചത് 7 മസലകളാണ്, 7 അറിവുകളാണ് ഞാൻ പഠിച്ചത്. ഉസ്താദിന് വല്ലാത്ത അത്ഭുതമായി. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ചോദിച്ചു, ഈ 33 കൊല്ലം കൊണ്ട് നീ 8 അറിവുകളെ പഠിച്ചുള്ളോ? ശിഷ്യന് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് കള്ളം പറയാൻ കഴിയില്ല. ഞാൻ 33 വർഷം കൊണ്ട് പഠിച്ചത് 8 ഇൽമുകളാണ്, 8 അറിവുകളാണ്. തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, എങ്കിൽ നീ ആ മസലകൾ എനിക്കൊന്ന് പറഞ്ഞുതാ. ഈ 33 വർഷം കൊണ്ട് നീ പഠിച്ച അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞുതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് പഠിച്ച 8 മസലകൾ ഓരോന്നായി എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലെ ഒന്നാമത്തെ അറിവെന്താണ്? മഹാനവറുകൾ അവിടുന്ന് ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുന്ന, ഉസ്താദേ, എല്ലാവരും ഓരോ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. പലർക്കും സ്നേഹിക്കാൻ വാപ്പയെ സ്നേഹിക്കുന്നവർ, ഉമ്മയെ സ്നേഹിക്കുന്നവർ, ഭാര്യയെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്നവർ, കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്നവർ, കുടുംബക്കാരെ സ്നേഹിക്കുന്നവർ, കൂട്ടുകാരെ സ്നേഹിക്കുന്നവർ, എല്ലാവർക്കും ഒരു സ്നേഹിതനുണ്ട്. പക്ഷേ എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ കടന്നു വരാറുള്ളൂ. എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ കടന്നു വരാറുള്ളൂ. പക്ഷേ എന്നിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടെ വരെ വരുന്ന കൂട്ടുകാരെ എനിക്ക് വേണ്ട കൂട്ടുകാരാരെന്നറിയുമോ? അവര് ഖബറിന്റെ അകത്തിന്റെ കൂടെ വേണം, നാളെ പരലോകത്തിന്റെ കൂടെ വേണം, മീസാനിൽ എന്റെ കൂടെ വേണം, സിറാത്തിൽ എന്റെ കൂടെ വേണം. അള്ളാഹുവിന്റെ സ്വർഗം വരെ കടന്നു വരുന്ന ചില കൂട്ടുകാരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. അവരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരെ സ്വർഗം വരെ കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുന്ന, ഉസ്താദേ, ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? അമലുകളാണ് എന്റെ കൂടെ ഖബറിന്റെ അകത്ത് വരുന്നത്. നാളെ പരലോകത്ത് എനിക്ക് കൂട്ടായി കടന്നു വരുന്നത് സൽക്കർമ്മങ്ങളാണ്. മീസാനിലായാലും അതാ പരലോകത്താണെങ്കിലും സിറാത്തിലാണെങ്കിലും എവിടെയും എന്റെ കൂടെ കടന്നു വരുന്നത് എനിക്ക് സ്വർഗം കിട്ടുന്നത് അമലുകൾ ചെയ്തതിന്റെ പേരിലാ. അതുകൊണ്ട് അമലുകളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, നിസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി, ഖുർആൻ ഓതലിനെ സ്നേഹിക്കാൻ തുടങ്ങി, ദിക്റുകൾ പറയുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി, പാതിരാത്രിയിലെ നമസ്കാരത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ 33 വർഷത്തിന്റെ ഇടയില് ഞാൻ അവിടുന്ന് പഠിച്ച ഒന്നാമത്തെ അറിവതാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ. അവിടുന്ന് തന്റെ ശിഷ്യനോട് ചോദിച്ചു, എന്താണ് നീ പഠിച്ച രണ്ടാമത്തെ അറിവെന്താ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളെ, ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവെന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു കൊടുത്ത അറിവാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് സ്വർഗം വേണോ? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരുന്നു രണ്ടാമത്തെ കാര്യം? 33 വർഷം പഠിച്ചതിൽ ശിഷ്യൻ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ?
നിങ്ങൾക്ക് 3 ദിവസമേ ആയുള്ളൂ, ഓർമ്മയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സ്വർഗം വേണോ എങ്കിൽ നിന്റെ ശരീരത്തിന് എനിക്ക് വേണം. ഇതപ്പോ മൂളുന്ന ഇന്ന് മൈക്ക് സുൽഫി പഠിക്കുവാണോടെ. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിച്ച ഇൽമ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെങ്കിൽ എന്തു പറഞ്ഞു? അവിടുത്തെ ശരീരം, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം കിട്ടും. അതുകൊണ്ട് ഉസ്താദെ, ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഇച്ഛകളെ, എൻ്റെ നഫ്സിനെ ഞാൻ എൻ്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. എന്റെ നഫ്സിനെ ഞാൻ എൻ്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ നഫ്സിനെ അടിമയാക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മൂന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കണ്ടു. എല്ലാവരും ഓരോന്നായി സൂക്ഷിച്ചു വെക്കുകയാണ്. എല്ലാവരും പണം സൂക്ഷിക്കുന്നവരുണ്ട്, സ്വർണം സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. എല്ലാവരും പല പല സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കാണുകയാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബഖിയാ. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു പോകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു പോകും. അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്നത്, പടച്ചവന്റെ അടുക്കലിരിക്കുന്നത് മാത്രമേ ബാക്കിയാകൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കണ്ടപ്പോ, ഉസ്താദേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ അള്ളാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതൊന്നും അവശേഷിക്കുന്നതാണല്ലോ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങളെ കരുതിയിരിക്കുന്നത്, ഈ കൂട്ടിവച്ചിരിക്കുന്നതും സമ്പാദിച്ചു വെച്ചിരിക്കുന്നതും, വീടിന്റെ അലമാരിക്കകത്തിരിക്കുന്നതും, ബാങ്കിന്റെ അകത്ത് കിടക്കുന്നതും, വസ്തുക്കളായി കിടക്കുന്നതും, ഇതെല്ലാം നമ്മുടേതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലോ അതെല്ലാം ഒരു ദിവസം അവസാനിച്ചു പോകുന്നതാ. ഇതെല്ലാം ഒരു ദിവസം തീർന്നു പോകുന്നതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഖൂലുൽ അബ്ദു മാലി മാലി വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ജനങ്ങൾ കരുതി എന്റെ പണം, എന്റെ പണം, എന്റെ സമ്പാദ്യം, എന്റെ സ്വർണം, എന്റെ വസ്തുക്കൾ, എന്റെ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ സമ്പാദ്യം ഏതെന്നറിയുമോ? 3 കാര്യമാണ് നിന്റെ സമ്പാദ്യം. നീ സമ്പാദിച്ചത് 3 കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാ, എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്തെന്നറിയുമോ? ഞാൻ ജീവിക്കുന്ന ഈ 35 കൊല്ലമായല്ലോ. ഈ 35 കൊല്ലത്തിന്റെ ഇടയിൽ ഞാനെങ്ങാനും ഇന്ന് രാത്രി മരണപ്പെട്ടു പോയാൽ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 3 കാര്യമാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാ അക്ല ഫഅഫ്നാ. എന്റെ സമ്പാദ്യമെന്ന് പറയുന്നതിൽ ഒന്നാമത്തെ സമ്പാദ്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പണം കൊടുത്തു വാങ്ങിച്ച് കഴിച്ചതുണ്ടല്ലോ, ഞാൻ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അതാണ് എന്റെ സമ്പാദ്യം. ഞാൻ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, അതെല്ലാം ദഹിച്ചുപോയി, അതെല്ലാം നശിച്ചുപോയി. എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 3 കാര്യമാണ്. ഒന്നാമത്തത് ഞാൻ കഴിച്ച ഭക്ഷണമാണ്, അതെല്ലാം ദഹിച്ചുപോയി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഔ ലബിസാ ഫഅബിലാ.
ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അതെന്റെ സമ്പാദ്യം കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, അതെല്ലാം ഒരു ദിവസം തുരുമ്പിച്ചു പോകുമല്ലോ, ഇതെല്ലാം കീറി നശിച്ചു പോകുമല്ലോ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ സമ്പാദ്യമെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ ദാനം ചെയ്തതുണ്ടല്ലോ, ഞാൻ സദഖ കൊടുത്തതുണ്ടല്ലോ, ഞാൻ പാപങ്ങളെ സഹായിച്ചതുണ്ടല്ലോ, യതീമീങ്ങൾക്കും രോഗികൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ച പണമുണ്ടല്ലോ, ആ സദഖ കൊടുത്തത് എന്റെ സമ്പാദ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാണ് എന്റെ സമ്പാദ്യം, ഞാൻ കൊടുത്തത് എന്റെ സമ്പാദ്യമാണ്. അത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമാ. പക്ഷേ ഞാൻ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നതുണ്ടല്ലോ, എന്റെ വീടിന്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്നതുണ്ടല്ലോ, അവിടെയും ഇവിടെയായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും എന്റെ സമ്പാദ്യമല്ല, അത് എന്റെ മക്കളുടെയും ഭാര്യയുടെയും സമ്പാദ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്റെ കുടുംബക്കാർക്കുള്ളതാണ്, എന്റെ മക്കൾക്കുള്ളതാണ്, എന്റെ ഭാര്യക്കുള്ളതാണ്, അത് അവരുടെ സമ്പാദ്യമാണ്. ഇത്രയും കാലം അവരുടെ സമ്പത്തിന് കാവലിരുന്ന കാവൽക്കാരനാ ഞാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി